എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ. തൃശ്ശൂർ ജില്ലയിലെ പുഴയ്ക്കലാണ് കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ആണ് അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. ആധുനിക ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. ആധുനിക ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യയാണ് ആധുനിക ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. 1948 മെയ് 12 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് പോലീസ് മർദ്ദനത്തെ തുടർന്ന് മരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ്. 1948 മെയ് 12 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് പോലീസ് മർദ്ദനത്തെ തുടർന്ന് മരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് മൊയ്യാരത്ത് ശങ്കരൻ. മൊയ്യാരത്ത് ശങ്കരനാണ് 1948 മെയ് 12 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് പോലീസ് മർദ്ദനത്തെ തുടർന്ന് മരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ്. 1958 ഒരണ സമരം നടന്നത് എവിടെയാണ്? 1958 ഒരണ സമരം നടന്നത് എവിടെയാണ്? കുട്ടനാട്. കുട്ടനാട്ടിലാണ് 1958 ഒരണ സമരം നടന്നത്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? വയനാട്. വയനാട് ജില്ലയിലാണ് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. കാർഗിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം. കാർഗിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം സുരു. സുരു നദീതീരത്താണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരാപ്പുഴ. കാരാപ്പുഴയാണ് വയനാട്ടിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് പാണ്ഡുരംഗെ ഹെഗ്ഡെ. പാണ്ഡുരംഗെ ഹെഗ്ഡെയാണ് അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന കൃതി രചിച്ചത്. ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന കൃതി രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന കൃതി രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം കോർണിയ. കോർണിയയാണ് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം. സമരത്തീച്ചുളയിൽ ആരുടെ ആത്മകഥയാണ്? സമരത്തീച്ചുളയിൽ ആരുടെ ആത്മകഥയാണ്? EK നായനാർ. EK നായനാരുടെ ആത്മകഥയുടെ പേരാണ് സമരത്തീച്ചുളയിൽ. ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ ഏത്? ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ തമിഴ്. തമിഴാണ് ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ. ലോക പൈതൃകമായ റാണി കി വാവ് ഏത് സംസ്ഥാനത്താണ്? ലോക പൈതൃകമായ റാണി കി വാവ് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് ലോക പൈതൃകമായ റാണി കി വാവ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത് ഭൗമവികിരണം. ഭൗമവികിരണമാണ് സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത്. മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? തെങ്ങ്. തെങ്ങിൻ്റെ ഒരു സങ്കരയിനമാണ് മലയൻ ഡ്വാർഫ്. എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത്. എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത് AK ഗോപാലൻ. AK ഗോപാലനാണ് എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത്. താരഹാരം ആരുടെ രചനയാണ്? താരഹാരം ആരുടെ രചനയാണ്? ഉള്ളൂർ. ഉള്ളൂരിൻ്റെ രചനയാണ് താരഹാരം. നാഫ്തലിൻ ഗുളികകൾ തുറന്നു വച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാവുന്നതിന് കാരണം. നാഫ്തലിൻ ഗുളികകൾ തുറന്നു വച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാവുന്നതിന് കാരണം ഉത്പതനം. ഉത്പതനം മൂലമാണ് നാഫ്തലിൻ ഗുളികകൾ തുറന്നു വച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാവുന്നതിന് കാരണമാവുന്നത്. നിത്യചൈതന്യയതി ആരുടെ ശിഷ്യനാണ്? നിത്യചൈതന്യയതി ആരുടെ ശിഷ്യനാണ്? നടരാജഗുരു. നടരാജഗുരുവിൻ്റെ ശിഷ്യനാണ് നിത്യചൈതന്യയതി. ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം. ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം റഗ്മാർക്ക്. റഗ്മാർക്കാണ് ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം.
ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. ത്രിപുരയാണ് ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്ര കലാപം സാന്താൾ കലാപം. സാന്താൾ കലാപമാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത്. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത്. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡാഷ് എന്ന ഗണത്തിൽപ്പെട്ടവയാണ്. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡാഷ് എന്ന ഗണത്തിൽപ്പെട്ടവയാണ് പ്രൈമേറ്റുകൾ. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ പ്രൈമേറ്റുകൾ എന്ന ഗണത്തിൽപ്പെട്ടവയാണ്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? കൊല്ലം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏത്? ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ അഷ്ടമുടി. അഷ്ടമുടി കായലാണ് ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ. കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര. ആറ്റത്തിൻ്റെ ഗ്രഹമാതൃക നിർദ്ദേശിച്ചതാര്? ആറ്റത്തിൻ്റെ ഗ്രഹമാതൃക നിർദ്ദേശിച്ചത് റൂദർഫോർഡ്. റൂദർഫോർഡാണ് ആറ്റത്തിൻ്റെ ഗ്രഹമാതൃക നിർദ്ദേശിച്ചത്. ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാക്കുന്ന മുഴക്കമാണ് ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. അനുരണനമാണ് ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കം. ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം. ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ്. ഫ്രാൻസാണ് ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം. സൗരോർജ്ജത്തിൽ പറന്ന ആദ്യ വിമാനം. സൗരോർജ്ജത്തിൽ പറന്ന ആദ്യ വിമാനം ഇംപൾസ് 2. ഇംപൾസ് 2 എന്ന വിമാനമാണ് സൗരോർജ്ജത്തിൽ ആദ്യമായി പറന്നത്. കേരളത്തിൻ്റെ ആദ്യത്തെ ലോകായുക്ത. കേരളത്തിൻ്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോനാണ് കേരളത്തിൻ്റെ ആദ്യത്തെ ലോകായുക്ത. സ്വന്തമായി നിയമനിർമ്മാണ സഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? സ്വന്തമായി നിയമനിർമ്മാണ സഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? പാർലമെൻറ്റ്. സ്വന്തമായി നിയമനിർമ്മാണ സഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് പാർലമെൻറ്റാണ്. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ചിൽക്ക തടാകം. ചിൽക്ക തടാകമാണ് ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം. ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാം തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാം തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ധർമ്മശാല. ധർമ്മശാലയാണ് ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാം തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ചന്ദ്രമുഖി വിലാസം രചിച്ചതാര്? ചന്ദ്രമുഖി വിലാസം രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ചന്ദ്രമുഖി വിലാസം രചിച്ചത്. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ കോൾ നിലം. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത്. ചൂട്, തണുപ്പ്, മർദ്ദം, സ്പർശം ഈ 4 സംവേദനങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയം.
ചൂട്, തണുപ്പ്, മർദ്ദം, സ്പർശം ഈ 4 സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയം ത്വക്ക്. ത്വക്കാണ് ചൂട്, തണുപ്പ്, മർദ്ദം, സ്പർശം ഈ 4 സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയം. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചതാര്? ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചത് ആരാണ്? എം.ആർ. ജയകർ. എം.ആർ. ജയകറാണ് ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചത്. GST കൗൺസിലിൻ്റെ ആസ്ഥാനം. GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് GST കൗൺസിലിൻ്റെ ആസ്ഥാനം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1851. 1851 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി അതായത് സ്വതന്ത്രഭരണം നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആരാണ്? ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി സ്വതന്ത്രഭരണം നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ഝാൻസി റാണി. ഝാൻസി റാണിയാണ് ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ. 925 ചതുരശ്ര കിലോമീറ്ററാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം. KIIFB എന്നതിൻ്റെ പൂർണ്ണരൂപം. KIIFB എന്നതിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്നതാണ് KIIFBയുടെ പൂർണ്ണരൂപം. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ബിൽ 2016 ലോക്സഭ പാസാക്കിയ തീയതി. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ബിൽ 2016 ലോക്സഭ പാസാക്കിയ തീയതി 2016 ഡിസംബർ 16. 2016 ഡിസംബർ 16 റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ബിൽ 2016 ലോക്സഭ പാസാക്കിയത്. വൈക്കത്തിനും തവണക്കടവിനുമിടയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടിൻ്റെ പേര്. വൈക്കത്തിനും തവണക്കടവിനും ഇടയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടിൻ്റെ പേര് ആദിത്യ. ആദിത്യ എന്നതാണ് വൈക്കത്തിനും തവണക്കടവിനും ഇടയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടിൻ്റെ പേര്. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ വനിത. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ വനിത. ഏത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ദൂരമൊഴുകുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലൂടെയാണ് ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്? അസം. അസമിലൂടെയാണ് ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ ആസ്ഥാനം. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ ആസ്ഥാനം. ഗുമ്ര ഏത് സംസ്ഥാനക്കാരുടെ ഗോത്രവർഗ്ഗക്കാരുടെ നൃത്തരൂപമാണ്? ഗുമ്ര ഏത് സംസ്ഥാനത്തെ ഗോത്രവർഗ്ഗക്കാരുടെ നൃത്തരൂപമാണ്? ഒഡീഷ. ഒഡീഷയിലെ ഗോത്രവർഗ്ഗക്കാരുടെ നൃത്തരൂപമാണ് ഗുമ്ര. പഖുയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. പഖുയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് പഖുയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? 250 അടി. സമുദ്രനിരപ്പിൽ നിന്ന് 250 അടി ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്. അഗ്നികുണ്ഡല ഖനി ഏത് സംസ്ഥാനത്താണ്? അഗ്നികുണ്ഡല ഖനി ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് അഗ്നികുണ്ഡല ഖനി സ്ഥിതി ചെയ്യുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു? താപധാരിത. താപധാരിത എന്നാണ് ഒരു പദാർത്ഥത്തിൻ്റെ താപനില
1 ഡിഗ്രി ഊർധ്വത്തിനാവശ്യമായ താപം അറിയപ്പെടുന്നത്? ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കടക്കുന്ന ഇന്ത്യൻ നദി. ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കടക്കുന്ന ഇന്ത്യൻ നദി മാഹി. മാഹി നദിയാണ് ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കടക്കുന്ന ഇന്ത്യൻ നദി. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം കൗമാരക്കാലം എന്നറിയപ്പെടുന്ന കാലയളവ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം കൗമാരക്കാലം എന്നറിയപ്പെടുന്ന കാലയളവ് 11 മുതൽ 19 വയസ്സ് വരെ. 11 മുതൽ 19 വരെ വയസ്സാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം കൗമാരക്കാലം എന്നറിയപ്പെടുന്ന കാലയളവ്. നമേരി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നമേരി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം. അസമിലാണ് നമേരി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള പരുത്തി. പരുത്തിയാണ് ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള. ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി 96. ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയത് 96ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഏത്? സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഏത്? വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. സംസ്ഥാന പഞ്ചായത്ത് വകുപ്പിൻ്റെ പ്രസിദ്ധീകരണം. സംസ്ഥാന പഞ്ചായത്ത് വകുപ്പിൻ്റെ പ്രസിദ്ധീകരണം പഞ്ചായത്ത് രാജ്. പഞ്ചായത്ത് രാജ് എന്ന പ്രസിദ്ധീകരണമാണ് സംസ്ഥാന പഞ്ചായത്ത് വകുപ്പിൻ്റെ പ്രസിദ്ധീകരണം. 1857 വിപ്ലവകാലത്ത് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത്? 1857 വിപ്ലവകാലത്ത് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത്? അസം. 1857 വിപ്ലവകാലത്ത് മണിറാം ദത്ത അസമിലാണ് പ്രവർത്തനം നടത്തിയിരുന്നത്. കാങ്കർ താഴ്വര ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? കാങ്കർ താഴ്വര ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലാണ് കാങ്കർ താഴ്വര ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ രാജ്യം. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ രാജ്യം ഫ്രാൻസ്. ഫ്രാൻസ് ആണ് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ രാജ്യം. മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ. മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ബെൻസൈൽ അസറ്റേറ്റ്. ബെൻസൈൽ അസറ്റേറ്റ് ആണ് മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ. 1879 സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം ഏത് ഭാഷയിലായിരുന്നു? 1879 സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം ഏത് ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷ് ഭാഷയിൽ. 1879 സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചത്. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചത് ടി കെ പത്മിനി. ടി കെ പത്മിനിയാണ് പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയ വർഷം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയ വർഷം 1957. 1957 കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയത്. ബംഗാളി സാഹിത്യത്തിൻ്റെ ബൈബിൾ. ബംഗാളി സാഹിത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ആനന്ദമഠം. ആനന്ദമഠമാണ് ബംഗാളി സാഹിത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്. നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് തോമസ് ഓസ്റ്റിൻ. തോമസ് ഓസ്റ്റിൻ ആയിരുന്നു നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്. ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിൻറ്റിംഗ് വരച്ചത്. ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിൻറ്റിംഗ് വരച്ചത് നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസാണ് ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിൻറ്റിംഗ് വരച്ചത്. ആസ്ത്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോൺ. ആസ്ത്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ. കോർട്ടിസോൾ ആണ് ആസ്ത്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോൺ. പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്ന പേരിനർത്ഥം വരുന്ന മൂലകം. പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്ന പേരിനർത്ഥം വരുന്ന മൂലകം ആൻറ്റിമണി. ആൻറ്റിമണിയാണ് പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്ന പേരിനർത്ഥം വരുന്ന മൂലകം. കിസാൻ പാഠപുസ്തകം എന്ന കൃതി രചിച്ച കേരള മുഖ്യമന്ത്രി.
കിസാൻ പാഠപുസ്തകം എന്ന കൃതി രചിച്ച കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. സി അച്യുതമേനോനാണ് കിസാൻ പാഠപുസ്തകം എന്ന കൃതി രചിച്ച കേരള മുഖ്യമന്ത്രി. ദാമൻ ഗംഗ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ദാമൻ ഗംഗ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് ദാമൻ ഗംഗ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെട്ടത്? അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമ? ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമ ആലം ആറ. ആലം ആറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമ. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ? മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ വിഗതകുമാരൻ. വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ. അളകനന്ദ ഏത് നദിയിലാണ് ചേരുന്നത്? അളകനന്ദ ഏത് നദിയിലാണ് ചേരുന്നത്? ഗംഗ. ഗംഗാ നദിയിലാണ് അളകനന്ദ ചേരുന്നത്. മാറാട് കലാപം ഉണ്ടായ ജില്ല? മാറാട് കലാപം ഉണ്ടായ ജില്ല കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് മാറാട് കലാപം ഉണ്ടായത്. മുളങ്കാടുകൾക്ക് പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ സ്ഥലം? മുളങ്കാടുകൾക്ക് പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ സ്ഥലം നിലമ്പൂർ. നിലമ്പൂരാണ് മുളങ്കാടുകൾക്ക് പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ സ്ഥലം. മൂഴിയാർ ഡാം ഏത് ജില്ലയിലാണ്? മൂഴിയാർ ഡാം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലാണ് മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി? ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ടി പ്രകാശം. ടി പ്രകാശമാണ് ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി. ആന്ധ്ര സംസ്ഥാനം രൂപവത്കരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് നിരാഹാര സമരം നടത്തി മരണം വരിച്ച വ്യക്തി? ആന്ധ്ര സംസ്ഥാനം രൂപവത്കരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് നിരാഹാര സമരം നടത്തി മരണം വരിച്ച വ്യക്തി പോറ്റി ശ്രീരാമലു. പോറ്റി ശ്രീരാമലു ആണ് ആന്ധ്ര സംസ്ഥാനം രൂപവത്കരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് നിരാഹാര സമരം നടത്തി മരണം വരിച്ച വ്യക്തി. ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം? ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം അഷ്ടാധ്യായി. അഷ്ടാധ്യായിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പശ്ചിമഘട്ട പ്രാദേശിക കേന്ദ്രം എവിടെയാണ്? സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പശ്ചിമഘട്ട പ്രാദേശിക കേന്ദ്രം എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പശ്ചിമഘട്ട പ്രാദേശിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ? സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ വില്യം ലോഗൻ. വില്യം ലോഗനാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി? പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ്? വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ടറിക്കൽ ലെൻസ്. സിലിണ്ടറിക്കൽ ലെൻസാണ് വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന പദാർത്ഥം? റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന പദാർത്ഥം സൾഫർ. സൾഫറാണ് റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന പദാർത്ഥം. അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക്? അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് മെലാമൈൻ. മെലാമൈനാണ് അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക്. സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ. TFM ആണ് സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി? കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി തെർമോലുമിനസെൻ്റ്. തെർമോലുമിനസെൻ്റ് ആണ് കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി അറിയപ്പെടുന്നത്. ആദ്യ കമ്പ്യൂട്ടർവത്കൃത താലൂക്ക് ഓഫീസ്? ആദ്യ കമ്പ്യൂട്ടർവത്കൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം. ഒറ്റപ്പാലമാണ് കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവത്കൃത താലൂക്ക് ഓഫീസ്. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? മലയാളത്തിലെ ആദ്യത്തെ പത്രമായ
രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? തലശ്ശേരി. തലശ്ശേരിയിൽ നിന്നുമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം സൗരോർജം. സൗരോർജമാണ് ഏറ്റവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.